ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിലെ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ അൽഗോരിതമാണ്. അപ്പോൾ ഈ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ അൽഗോരിതം എന്നുള്ളത് ഷുവറായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അപ്പോൾ ഈ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോർഷൻ ആയതുകൊണ്ട് ഞാൻ 2 പാർട്ടുകളായിട്ടാണ് ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. 2 പാർട്ടുകൾ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തിന് യൂസ് ചെയ്യുന്നു, അതിൻ്റെ ബേസിക് എക്സാമ്പിൾ, അത് ബേസിക് സ്റ്റെപ്സ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ വേറൊരു എക്സാമ്പിൾ ചെയ്യും. ഈ എക്സാമ്പിളിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കും. ഓക്കെ, ഫ്ലോ ചാർട്ട് വരച്ച് അതിൻ്റെ റെലവൻസ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ 2 പാർട്ടായിട്ട് നമുക്ക് ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം നോക്കാം. സോ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ അൺസൈൻഡ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ എങ്ങനെ 2 അൺസൈൻഡ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അതിൻ്റെ അൽഗോരിതംസും ഫ്ലോ ചാർട്ടും ഒക്കെ എങ്ങനെ വരയ്ക്കാമെന്നൊക്കെ വളരെ ബ്രീഫായിട്ട് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ എന്താണ് ടിപ്പിക്കലായിട്ടുള്ള ഈ അൺസൈൻഡ് മൾട്ടിപ്ലിക്കേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റെലവൻസ് നമുക്ക് നോക്കാം. So Booth's multiplication algorithm is a method used to perform signed binary numbers efficiently. Signed binary numbers. So what is signed binary numbers? ഇപ്പോൾ 2 പോസിറ്റീവ് നമ്പറിനെ, ഒരു പോസിറ്റീവ് നമ്പറിനെ ഒരു നെഗറ്റീവ് നമ്പറിൻ്റെയും, അല്ലെങ്കിൽ 2 നെഗറ്റീവ് നമ്പേഴ്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനൊരു അൽഗോരിതംസ് നമുക്ക് ഫോം ചെയ്യണമെങ്കിൽ അത് ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടേ പോസിബിൾ ആവുള്ളൂ. So it reduces number of arithmetic operations by encoding the multiplier in a way that minimizes the number of addition and subtraction steps. This algorithm is widely used in computer hardware for fast binary multiplication. നമുക്ക് ഫാസ്റ്റ് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കാണ് ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈൻഡ് ആയിട്ടുള്ള 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ സഹിതം ഈ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ സ്ലൈഡ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്ലൈഡാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ കോൺസെപ്റ്റ് പിടികിട്ടും. ഓക്കെ, സോ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സുകൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. ഈ സ്റ്റെപ്പിൻ്റെ ബേസിൽ ഞാനൊരു എക്സാമ്പിൾ എഴുതും, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 2 നമ്പറിനെ മൾട്ടിപ്ലൈ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള സ്റ്റെപ്പാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഇനീഷ്യലൈസ് ദി മൾട്ടിപ്ലയർ, ഇനീഷ്യലൈസ് ദി മൾട്ടിപ്ലിക്കൻറ്റ് ആൻഡ് ഇനീഷ്യലൈസ് ദി പ്രൊഡക്റ്റ് രജിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ 2 നമ്പർ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഒന്ന് മൾട്ടിപ്ലയർ ആണ്, ഒന്ന് മൾട്ടിപ്ലിക്കൻ്റ് ആണ്. ഈ മൾട്ടിപ്ലയറും മൾട്ടിപ്ലിക്കൻറ്റും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ഒക്കെ പെർഫോം ചെയ്യാൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് വേണം. അപ്പോൾ ഇതിനൊക്കെ ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രൈമറി സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ദി മൾട്ടിപ്ലയർ വിത്ത് 1 എക്സ്ട്രാ ബിറ്റ് അറ്റ് ദി റൈറ്റ്. ഇതെന്തിനാന്ന് ഞാൻ പറയാം. അപ്പോൾ നോർമലായിട്ടുള്ള മൾട്ടിപ്ലയറിന് പുറമെ നമ്മൾ അഡീഷണലി ഒരു ബിറ്റ് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യും. അതെന്തിനാണെന്ന് നമുക്ക് വളരെ ബ്രീഫായിട്ട് പറയാം. സോ ബേസ്ഡ് ഓൺ ദി കറൻറ്റ് ആൻഡ് പ്രീവിയസ് ബിറ്റ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് കറൻ്റ്ലി ഒരു മൾട്ടിപ്ലയർ വാല്യൂ ഉണ്ട്. നമ്മൾ ഈ കറൻറ്റ് മൾട്ടിപ്ലയർ വാല്യൂവിൻ്റെ പുറമെ റൈറ്റ് സൈഡിൽ ഒരു എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ കറൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ബിറ്റ്സിൻ്റെ ബേസിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരാം. 10 വരാം, 01 വരാം, 00 വരാം. ഇപ്പോൾ നമ്മുടെ കറൻറ്റ് ആൻഡ് പ്രീവിയസ് ബിറ്റ് കമ്പയർ ചെയ്തിട്ട് അത് 10 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, സബ്ട്രാക്ട് ദി മൾട്ടിപ്ലിക്കൻ ഫ്രം ദി പ്രൊഡക്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ 10 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളിവിടെ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്? 10 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ സബ്ട്രാക്ഷനാണ്, സബ്ട്രാക്ഷൻ. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് കിട്ടുന്നത് 01 ആണെങ്കിലോ, ആഡ് ദി മൾട്ടിപ്ലിക്കൻ ടു ദി പ്രൊഡക്റ്റ്. 01 ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഡീഷനാണ്. ഇപ്പോൾ 10 ആണെങ്കിൽ സബ്ട്രാക്ഷനും
01 ആണെങ്കിൽ അഡീഷനുമാണ് ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഏതൊക്കെ സ്റ്റെപ്പിൽ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നു, ഏതൊക്കെ സ്റ്റെപ്പിൽ നമ്മൾ അഡീഷൻ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മുടെ പ്രീവിയസും കറണ്ടും 00 അല്ലെങ്കിൽ 11 ആണെങ്കിൽ എന്താ സംഭവിക്കുക? 00യോ 11ഓ ആണെങ്കിൽ നോ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷൻ നിങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ 10 ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, 01 ആണെങ്കിൽ ആഡ് ചെയ്യുക, 00യും 11ഉം ആണെങ്കിൽ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യാനില്ല. ഓക്കെ, ഇതല്ല ഇതിൻ്റെ മീനിങ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ദി പ്രൊഡക്റ്റ് റൈറ്റ് ബൈ 1 ബിറ്റ്. അപ്പോൾ ഈ അഡീഷനോ സബ്ട്രാക്ഷനോ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ 4ാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഷിഫ്റ്റ് ദി പ്രൊഡക്റ്റ് റൈറ്റ് ബൈ 1 ബിറ്റ്. ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ ഒരു ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇതെന്തിനാണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. യെസ്, റിപ്പീറ്റ് ദി പ്രോസസ് അണ്ടിൽ ഓൾ ദി ബിറ്റ്സ് ആർ പ്രോസസ്ഡ്. എല്ലാ ബിറ്റും പ്രോസസ്സ് ചെയ്യുന്നവരെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മൾട്ടിപ്ലയറിനെയും മൾട്ടിപ്ലിക്കൻറ്റിനെയും രജിസ്റ്റേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ഈ മൾട്ടിപ്ലയറിൻ്റെ കൂടെ നമ്മൾ അഡീഷണലി ഒരു എക്സ്ട്രാ ബിറ്റും കൂടി നമ്മൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യണം. ഈ എക്സ്ട്രാ ബിറ്റും നമ്മൾ കറണ്ട് മൾട്ടിപ്ലിക്കർ ബിറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് 01 ആണ് കിട്ടുന്നതെങ്കിൽ ആഡ് ചെയ്യണം, 10 ആണ് കിട്ടുന്നതെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം, 00യോ 11ഓ ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യണം, റൈറ്റ് ഷിഫ്റ്റ് ബൈ 1 ബിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതേ പ്രോസസ്സുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രൈമറി സ്റ്റെപ്സ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് പറഞ്ഞു, ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഫണ്ടമെൻ്റൽ സ്റ്റെപ്സ് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ സഹിതം നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. യൂസിങ് ബൂത്ത്സ് അൽഗോരിതം, using Booth's multiplication, perform the operation. അപ്പോൾ നമുക്കിവിടെ പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏതാണ്? 5 × -6 ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതുപോലത്തെ സൈൻഡ് നമ്പേഴ്സൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റും അല്ലേ? ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷനിൽ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 × -6 ആണ് ചെയ്യാനുള്ളത്. 5 × -6. അപ്പോൾ ഈ 5നെ നമുക്ക് എന്ത് പറയാം? ഈ 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? 0 1 0 1. ഇത് നമുക്ക് എന്ത് പറയാം? ഈ 5 എന്നുള്ള നമ്പറിന് നമുക്ക് ആക്ച്വലി മൾട്ടിപ്ലയർ എന്ന് പറയാം. മൾട്ടിപ്ലയർ സ്റ്റോർ ചെയ്യുന്ന ക്യൂവിലായിരിക്കും അല്ലേ? ഇനി അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന +5 എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. +5ഉം -6ഉം. +5ക്ക് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഇത് പ്ലസ് ആണ് അല്ലേ? ഇനി -6 റെപ്രസെൻറ്റ് ചെയ്യണം. -6 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? -6 നമുക്ക് നോർമലി റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് -6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ആദ്യം നമുക്കൊന്ന് +6 റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. +6 എങ്ങനെയാണ്? 1 1 0 0. ഇതാണ് +6 അല്ലേ? ഈ -6 നമ്മൾ 2's കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം. 2's കോംപ്ലിമെൻറ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം നമ്മളിതിനെ 1 1 1 0 ആക്കും. ഇതാണ് ആക്ച്വലി സൈൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ സൈൻ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് 1's കോംപ്ലിമെൻ്റ് ആക്കാം. 1's കോംപ്ലിമെൻ്റ് ആക്കുമ്പോൾ എന്ത് വരും? ഈ സൈൻ അവിടെ നിർത്തി ബാക്കി 0 0 1 അല്ലേ? യെസ്. 2's കോംപ്ലിമെൻറ്റിൽ കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കിട്ടി 1 0 1 0. അപ്പോൾ ഈ 1 0 1 0 ആണ്. -6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 0 1 0 ആണ്. ദിസ് ഇസ് ഇൻ 2's കോംപ്ലിമെൻറ്റ് ഫോം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം കിട്ടി. അപ്പോൾ ഈ -6 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന എമ്മിനെയാണ് നമ്മൾ -6 റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടി. നമ്മളിപ്പോൾ എം ആണ് റെപ്രസെൻറ്റ് ചെയ്തത്. എമ്മിൻ്റെ വാല്യൂ എന്താ? എം എന്ന് പറഞ്ഞാൽ നമുക്ക് -6 ആണ് ആദ്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ സിമ്പിൾ നമുക്ക് പ്ലസ് ഇടാം. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നമുക്ക് ഓൾറെഡി കിട്ടി 1 0 1 0. ഞാനിപ്പോൾ -m എന്നുള്ളൊരു സിമ്പിളാണ്. ഇതിൻ്റെ നേരെ എൻറ്റയർലി മൈനസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? ഇതിൻ്റെ നേരെ അങ്ങ് എന്താക്കുക? 2's കോംപ്ലിമെൻ്റ് എടുക്കുക. ഇതിൻ്റെ നേരെ 2's കോംപ്ലിമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? നോർമലി
ദിസ് ഇസ് 0 1 0 1, ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 0 1 1 0. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ 2 നമ്പറുകൾ ഇവിടെ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലസ് എമ്മും ഒന്ന് മൈനസ് എമ്മും. എന്തിനാണ് നമ്മൾ പ്ലസ് എമ്മും മൈനസ് എമ്മും ആയിട്ട് ഈ എമ്മിനെ മാറ്റിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാനിതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഓൾറെഡി നമ്മളിതിൻ്റെ ബേസിക് സ്റ്റെപ്പ് ചെയ്ത സമയത്ത് 2 ഓപ്പറേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം, ഒന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം, അല്ലേ? അപ്പോൾ നമ്മൾ കറൻ്റ്ലി നമ്മുടെ ബിറ്റ്, അതായത് നമ്മുടെ കറണ്ട് ആൻഡ് പ്രീവിയസ് ബിറ്റിൻ്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞു. കറണ്ട് ആൻഡ് പ്രീവിയസ് ബിറ്റിൻ്റെ ബേസിസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 0 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. 1 0 ആണ് വരുന്നതെങ്കിൽ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക? അപ്പോൾ നമ്മളിവിടെ സബ്ട്രാക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൈനസ് എമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുക. സബ്ട്രാക്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മൈനസ് എമ്മിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർപ്പസിനാണ് ഞാനിവിടെ മൈനസ് എം കണ്ടുപിടിച്ചിരിക്കുന്നത്. കൺഫ്യൂഷൻ ആവണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള ഓപ്പറേഷൻ 5 × -6 ആണ്. 5നെ നമുക്ക് മൾട്ടിപ്ലയർ എന്ന് പറയാം, -6നെ നമുക്ക് മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറയാം. മൾട്ടിപ്ലിക്കൻ്റ് ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിൾ വരയ്ക്കണം. ഈ ടേബിളിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ത് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ, മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ, നമ്മൾ നെക്സ്റ്റ് ഒരു ബിറ്റ് അസ്യൂം ചെയ്തു. അത് ഓൾറെഡി നമ്മളതിൻ്റെ അൽഗോരിതത്തിൽ പറഞ്ഞു, Q-1, പിന്നെ ഒരു മൾട്ടിപ്ലിക്കൻറ്റും പറഞ്ഞു, അല്ലേ? അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം. ഇനീഷ്യലി ഞാൻ എൻ്റെ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഫില്ല് ചെയ്യുന്നത് 0 0 0 0 എന്നാണ്. മൾട്ടിപ്ലയർ ഓൾറെഡി നമുക്കറിയാം. മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. മൾട്ടിപ്ലയർ എത്രയാണ് നമ്മൾ നേരത്തെ ചെയ്തത്? 0 1 0 1 അല്ലേ? ഈ 0 1 0 1 തന്നെ നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ ബിറ്റ് വൈസ് ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഇസ് Q3, ദിസ് ഇസ് Q2, ദിസ് ഇസ് Q1, ദിസ് ഇസ് Q0. അങ്ങനെയല്ലേ വരിക? ബൈ ഡീഫോൾട്ട് നമ്മളിതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് Q-1ൻ്റെ ഡീഫോൾട്ട് വാല്യൂ ഞാനിവിടെ പുട്ട് ചെയ്യാണ്. ഡീഫോൾട്ട് വാല്യൂ വിൽ ബി 0. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് എടുക്കും. പിന്നെ ഓൾറെഡി നമ്മൾ എം കണ്ടുപിടിച്ചു, അല്ലേ? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എം ഹിയർ? എമ്മിൻ്റെ വാല്യൂ എന്താണോ? എം ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞല്ലോ. എം എന്ന് പറഞ്ഞാൽ 1 0 1 0. മൈനസ് എമ്മും നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഫോം എന്താ? മൈനസ് എം 0 1 1 0. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആഡ് ചെയ്യാനുള്ള സമയത്ത് ഈ എം എടുക്കുക, സബ്ട്രാക്ട് ചെയ്യാനുള്ള സമയത്ത് മൈനസ് എം എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മൈനസ് എം എന്നുള്ള ടേം ആഡ് ചെയ്താൽ നമുക്കിവിടെ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം? സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ ഇനീഷ്യൽ പാർട്ടൊന്ന് എഴുതി. ഇനീഷ്യൽ പാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? യെസ്. ദിസ് ഇസ് ദ ബേസിക് ഇനീഷ്യൽ പ്രോസസ്സ്. ഇനീഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. കറക്റ്റ് അല്ലേ? യെസ്. ഇനി നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? ഇനി നമുക്കിവിടെ ചെയ്യുന്ന കാര്യം, നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞു, based on the current and previous bit of the multiplier, if the value is 1 0, subtract the operation. If the value is 0 1, add. 0 0യും 1 1 ആണെങ്കിൽ ഒരു അരിതമെറ്റിക് ഓപ്പറേഷൻസും ചെയ്യേണ്ട. പക്ഷേ ഇതിനൊക്കെ ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഷിഫ്റ്റ് ദി പ്രൊഡക്റ്റ് റൈറ്റ് ബൈ 1 ബിറ്റ്. അപ്പോൾ 1 0 ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുക. 0 1 ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുക. 0 0യും 1 1 ആണെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട, ഷിഫ്റ്റിംഗ് മാത്രം ചെയ്യുക. ഇതാണല്ലോ ഇതിൻ്റെ ബേസിക് ലോജിക്ക്. അപ്പോൾ നമുക്കിവിടെ പ്രീവിയസ് ബിറ്റും കറണ്ട് ബിറ്റും നമുക്കിവിടെ ഓൾറെഡി കിട്ടി. എന്താണോ പ്രീവിയസ് ബിറ്റും കറണ്ട് ബിറ്റും വരുന്നത്? പ്രീവിയസ് ബിറ്റിൻ്റെ വാല്യൂ 1ഉം കറണ്ട് ബിറ്റിൻ്റെ വാല്യൂ 0യാണ്. അപ്പോൾ ഈ 1ഉം 0യും എനിക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. 1ഉം 0യും വന്നു കഴിഞ്ഞാൽ ആദ്യം സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യണം. ഇതല്ലേ പ്രോസസ്സ്. അപ്പോൾ എനിക്കിവിടെ ചെയ്യാം, അല്ലേ? അപ്പോൾ എനിക്കിവിടെ വാല്യൂസ് കിട്ടി. നോർമലി എന്താണ് കിട്ടിയിരിക്കുന്ന വാല്യൂ? Q0 അതുപോലെ Q-1 ആണല്ലോ ഞാൻ കമ്പയർ ചെയ്ത്. ഇതിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. എന്താ? 1 0 ആണ്. അപ്പോൾ 1 0 ആണെങ്കിൽ എനിക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താ? ഫസ്റ്റ് എനിക്ക് ചെയ്യേണ്ടത് സബ്ട്രാക്ട് എം, അല്ലേ? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, മൈനസ് എം ആഡ് ചെയ്താൽ മതി, അല്ലേ? അതിനുശേഷം എനിക്ക് ചെയ്യാനുള്ളത് റൈറ്റ് ഷിഫ്റ്റ് ആണ്. റൈറ്റ് ഷിഫ്റ്റ്. ഇത്രയും ഓപ്പറേഷനല്ലേ എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
നമ്മൾ ഈ ഒരു ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്, ഈ ഒരു ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റേജിലാണ് നമുക്ക് ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 4 ബിറ്റ് നമ്പേഴ്സിനെയാണ്. അപ്പോൾ നമുക്ക് 4 സൈക്കിൾസ് കൊണ്ടാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 4 സൈക്കിൾസ് എടുത്തിട്ടാണ്, 4 സ്റ്റേജസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 5 ബിറ്റിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 5 സൈക്കിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് ചെയ്യുക. അപ്പോൾ ഇത് 2 4 ബിറ്റ് ആയതുകൊണ്ട്, 4 ബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 സൈക്കിൾസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സൈക്കിളാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇനീഷ്യലി നമ്മുടെ Q0 Q of -1ൻ്റെ വാല്യൂ 10 ആണെങ്കിൽ നമുക്കിവിടെ പെർഫോം ചെയ്യാനുള്ളത് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ -m ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാന്നാണ് അതിൻ്റെ ബേസിക് ലോജിക്ക്. അപ്പോൾ -m ഓൾറെഡി നമുക്കറിയാം എന്താണ്, 0 1 1 0. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താണോ കിട്ടുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട്, സബ്ട്രാക്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0 1 1 0 എന്ന് തന്നെ കിട്ടും. ശരിയല്ലേ? യെസ്. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ, നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബിറ്റ് എന്തായിരുന്നു, ഇവിടെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ബിറ്റ് 0 1 0 1 ആണ് അല്ലേ? യെസ്. ഇങ്ങനെയായിരുന്നല്ലോ നമ്മുടെ ബേസിക് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ, നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ എഴുതാം. 0 1 1 0 ആണ്. നമുക്ക് പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന മൾട്ടിപ്ലെയറിൻ്റെ വാല്യൂ എന്തായിരുന്നു, 0 1 0 1 ആയിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് സബ്ട്രാക്ഷനിൽ കിട്ടുന്നത് അല്ലേ? സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ മൾട്ടിപ്ലെയർ അതേപോലെ താഴേക്ക് ഇറക്കി എഴുതി, 0 0 0 0 എന്നുള്ള പ്രീവിയസ് അക്യൂമുലേറ്റർ ആയിട്ട് നമ്മൾ അതായത് -m എന്നുള്ള ടേം ആഡ് ചെയ്തു. ഇതല്ലേ? അപ്പോൾ നമുക്കിത് ഇനി ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്, സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ലെഫ്റ്റിലെ ബിറ്റിലാണ്. അപ്പോൾ ആദ്യം ഇനീഷ്യലി ഈ 0 ആണ് വരിക. ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന് അതേപോലെ നിങ്ങൾ താഴേക്ക് ഇറക്കി എഴുതുക. ഇനി എങ്ങനെയാണ് ഷിഫ്റ്റിംഗ് നടക്കുക? ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന് അതേപോലെ എഴുതി, ഈ ബിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. ഈ ബിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ബിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത്, നിങ്ങൾ നോക്ക് എന്താ സംഭവിച്ചത്. ആ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതേപോലെയായി അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 2 ഓപ്പറേഷൻ ഇപ്പോൾ പെർഫോം ചെയ്തു. എന്താണ് 2 ഓപ്പറേഷൻസ് അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ബിറ്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ Q of -1ൻ്റെ വാല്യൂം ഓട്ടോമാറ്റിക്കലി എന്താവും, 1 ആവും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആക്ച്വലി സൈക്കിൾ 1. നമ്മുടെ ഫസ്റ്റ് സൈക്കിള് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സൈക്കിൾ എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മൾ ചെയ്തിരിക്കുന്ന ഈ എക്സാമ്പിൾ മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇനീഷ്യലി നമ്മൾ അക്യൂമുലേറ്ററിൻ്റെ ഒരു വാല്യൂ എടുത്തു, മൾട്ടിപ്ലെയർ വാല്യൂ എടുത്തു, ബൈ ഡീഫോൾട്ട് ആയിട്ട് Q of -1ൻ്റെ വാല്യൂ 0 കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, Q0യും Q of -1ഉം കൂടി കമ്പയർ ചെയ്യാം. Q0യും Q of -1ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് 10 എന്ന് കിട്ടി. 10 കിട്ടിയതുകൊണ്ട് എനിക്കിവിടെ ചെയ്യാനുള്ളത് ആദ്യം സബ്ട്രാക്ഷൻ ശേഷം റൈറ്റ് ഷിഫ്റ്റ്. സബ്ട്രാക്ഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, -m എന്നുള്ള ടേം അവിടെ എടുത്തിട്ടുണ്ട്. ആ -m ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ ഇതോടെ നമ്മൾ സൈക്കിൾ 1 കംപ്ലീറ്റ് ആയി. ഇനി സൈക്കിൾ 2ലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഏത് ബിറ്റാണോ, ഇതാണ് നമ്മൾ എഗെയിൻ കമ്പയർ ചെയ്യേണ്ടത് അല്ലേ? ഇതല്ലേ കമ്പയർ ചെയ്യേണ്ടത്? കമ്പയർ Q0 ആൻഡ് Q of -1. അപ്പോൾ നമുക്കിവിടെ കിട്ടി എന്താ വരിക, Q0 Q of -1 കിട്ടി. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? യെസ്. Q0 Q of -1 എനിക്ക് കിട്ടി.
01 ആണ്. ഇപ്പോൾ 01 ആണെങ്കിൽ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. 01 ആണെങ്കിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യണം, ആഡ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ സബ്ട്രാക്ഷൻ അല്ല ചെയ്യാനുള്ളത്, ആഡാണ്. ആഡ് എം ആണ് വരിക. ആഡ് എമ്മിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഇതല്ല ചെയ്യാനുള്ളത്. യെസ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് പ്ലസ് എം എടുത്താൽ നമുക്ക് ആഡ് ചെയ്യാം. സബ്ട്രാക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മൈനസ് എം എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ സബ്ട്രാക്ഷൻ കിട്ടും. അപ്പോൾ ആഡ് ചെയ്യാൻ എനിക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന നമ്പറായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? നോർമലി ഞാൻ ആഡ് ചെയ്യേണ്ട ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1010 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 1010 ആഡ് ചെയ്താൽ എന്താണോ നോർമലി വരിക ഒന്ന് പറയാൻ പറ്റുമോ? യെസ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന അഡീഷൻ റിസൾട്ട് എന്ന് പറയുന്നത് 1 + 1 1 + 0 1 1 + 1 0 വിത്ത് ക്യാരി 1. ശരിയല്ലേ? 0 വിത്ത് ക്യാരി 1. 1 + 0 + 0 1 0 + 1 1. അപ്പോൾ നമുക്ക് ആഡ് എമ്മിൻ്റെ റിസൾട്ട് കിട്ടിയ എന്താ? 1101 ആണ്. നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ബിറ്റിന് അതേപോലെ ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതാം. ഇവിടെ എന്താ കിട്ടിയത്? 0010 ആണ്. ശരിയല്ലേ? യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത റിസൾട്ട് എനിക്ക് കിട്ടി. ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഇനി ചെയ്യാനുള്ളത് ഷിഫ്റ്റിംഗ് ആണ്. ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യാൻ ആദ്യം എന്താ ചെയ്യുക? ആദ്യം ഈ ബിറ്റിന് അതേപോലെ ഇങ്ങോട്ടേക്ക് എഴുതുക. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 1 വരും അല്ലേ? പിന്നെ നടക്കുന്ന ഷിഫ്റ്റിങ് ഈ 1നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലേ? ഈ 1നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ 0യെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ 1നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ 0യെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ 0യെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ 1നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എഗെയിൻ ഈ 0യെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിൾ 2 കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഏത് കംപ്ലീറ്റ് ആയി? സൈക്കിൾ 2. എത്ര സൈക്കിളാണ് മൊത്തം ചെയ്യാനുള്ളത്? 4 സൈക്കിൾസ് അല്ലേ? അപ്പോൾ സൈക്കിൾ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സൈക്കിൾ 2ൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1110 1001 Q of -1ൻ്റെ വാല്യൂ 0. എഗെയിൻ നമ്മൾ പെർഫോം ചെയ്യാനുള്ളത് നമുക്കിവിടെ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യാനുള്ളത് ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്യാനുള്ളത്. 10 നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ കിട്ടിയ അതേപോലെ തന്നെയാണ് Q0യും Q of -1ഉം കിട്ടിയിരിക്കുന്നത്. 10 അല്ലേ? അപ്പോൾ നമുക്കിവിടെ കിട്ടി, നമുക്ക് Q0ൻ്റെ വാല്യൂ കിട്ടി. Q0 Q of -1ൻ്റെ വാല്യൂ എനിക്ക് കിട്ടി 10 ആണ്. അപ്പോൾ 10 ആണെങ്കിൽ നമ്മളിവിടെ പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണെന്ന് നമുക്ക് വീണ്ടും നോക്കാം. സബ്ട്രാക്റ്റ് ചെയ്യണം, സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്താണോ? ഫസ്റ്റ് നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യണം, സബ് എം ചെയ്യണം, അതിനുശേഷം ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ എം നമുക്കിവിടെ ഒന്നും കൂടി എഴുതാം. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു പ്ലസ് എമ്മിൻ്റെ വാല്യൂ എന്താ? 1010യും മൈനസ് എമ്മിൻ്റെ വാല്യൂ എന്താ? 0110യും. അപ്പോൾ നമുക്കൊരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പ്ലസ് എം എടുക്കുക, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ മൈനസ് എം എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് എല്ലാവർക്കും അറിയാം. യെസ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്തു നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്തു നോക്കാം. ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഡിജിറ്റ് ഇവിടെ നിന്ന് എഴുതാം. നമുക്ക് പ്രീവിയസ്ലി കിട്ടിയിരിക്കുന്ന അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്തായിരുന്നോ? പ്രീവിയസ്ലി എനിക്ക് കിട്ടിയിരിക്കുന്ന അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഒന്ന് ഇവിടെ എഴുതാം അല്ലേ? പ്രീവിയസ്ലി എനിക്ക് കിട്ടിയിരിക്കുന്ന അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 1110 ആയിരുന്നു. 1110 ആയിരുന്നു അല്ലേ? പ്രീവിയസ്ലി കിട്ടിയിരിക്കുന്ന ക്യൂവിൻ്റെ വാല്യൂ 1001 ആയിരുന്നു. 1001. അപ്പോൾ ഈ ബേസിസിൽ എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഓപ്പറേഷൻ നമുക്ക് 10 എന്നുള്ളൊരു ഓപ്പറേഷനാണ് കിട്ടുന്നത്. അപ്പോൾ 10 ആണെങ്കിൽ ആദ്യം എനിക്ക് ചെയ്യാനുള്ളത് എന്താണ്? സബ്ട്രാക്റ്റ് ചെയ്യണം അല്ലേ? സബ്ട്രാക്റ്റ് ചെയ്യണം. സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യാൻ നമുക്ക് പ്രീവിയസ്ലി കിട്ടിയിരിക്കുന്ന 1110 ആയിരുന്നു. നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഏതാണ്? 0110 എന്നുള്ള ടേം ആഡ് ചെയ്യാം. എന്താണ് വരിക? 0110 ആഡ് ചെയ്താൽ നമുക്കറിയാം അല്ലേ? 0 + 0 0 1 + 1 0 വിത്ത് ക്യാരി 1 1 + 1 + 1 1 വിത്ത് ക്യാരി 1 1 + 1 + 0 0 വിത്ത് ക്യാരി 1. ഇവിടെ ആക്ച്വലി ഒരു ക്യാരി വരുന്നുണ്ട്, പക്ഷേ ഈ ക്യാരിയെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാരി ഷുഡ് ബി നെഗ്ലക്റ്റ്.
ക്യാരിയെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ക്യാരിയെ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക, ഇഗ്നോർ ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് നോക്കണം എല്ലാവരും. ക്യാരി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 0 1 0 0 ആണ് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മൾട്ടിപ്ലയർ വാല്യൂ എന്തായിരുന്നു? മൾട്ടിപ്ലയർ വാല്യൂ 1 0 0 1 ആയിരുന്നു. 1 0 0 1 ആയിരുന്നു അല്ലേ? യെസ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് റൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യാനുള്ളത്. റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെ നമ്മൾ അതേപോലെ താഴേക്ക് ഇറക്കി എഴുതുക അല്ലേ? ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഈ 1 അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും. ഇതുപോലെ തന്നെ ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഈ 1 അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും ഇടോ? ഇവിടെ നോർമലി 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും. അതുപോലെ തന്നെ ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അഗെയിൻ എന്ത് വരും? 1 വരും. കണ്ടോ? അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജ് കംപ്ലീറ്റ് ആയി? ഇപ്പോൾ നമ്മുടെ സൈക്കിൾ 3 കംപ്ലീറ്റ് ആയി. സൈക്കിൾ 3 ശരിയല്ലേ? അപ്പോൾ സൈക്കിൾ 3 കംപ്ലീറ്റ് ആയി. സൈക്കിൾ 3യിൽ നമ്മൾ വീണ്ടും സൈക്കിൾ 4 വരെ ചെയ്യണം അല്ലേ? സൈക്കിൾ 4 വരെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വീണ്ടും കമ്പയർ ചെയ്യാനുള്ളത്, എഗെയിൻ നമുക്ക് കമ്പാരിസണിൽ എടുക്കാനുള്ളത് ഈ 2 ബിറ്റാണ് 0 1. അപ്പോൾ 0 1 വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണെന്ന് നമുക്കറിയാം. 0 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ മൾട്ടിപ്ലിക്കൻറ്റിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എനിക്കറിയാം ഓൾറെഡി. Q0 Q of -1 നമുക്ക് 0 1 കിട്ടി. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ആഡ് എം പെർഫോം ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം. കറക്റ്റല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഏതാണ് ആഡ് എമ്മിന് നമ്മൾ യൂസ് ചെയ്യുന്ന എമ്മിൻ്റെ വാല്യൂ തന്നെ എടുക്കുകയാണ്. എം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാം 1 0 1 0 ആണ്. നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. 0 + 0 0, 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 0 + 0 1 1. നമുക്ക് 1 1 0 0 എന്ന് കിട്ടി. 1 1 0 0 അല്ലേ? ഇനി നമുക്കിവിടെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഈ ബിറ്റ് ഏതായിരുന്നു? ഇതല്ലേ? താഴേക്ക് ഇറക്കി എഴുതാം. 0 1 0 0 അല്ലേ? ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇത് എഴുതിയതിന് ശേഷം നമുക്കിവിടെ ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്താണോ? ഈ എഴുതിയതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുക? അതായത് ഈ ബിറ്റിനെ അതേപോലെ താഴേക്ക് ഇറക്കി എഴുതാം. ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ റിസൾട്ട് കിട്ടും. ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും അല്ലേ? അപ്പോൾ ഇതോടെ നമ്മുടെ സ്റ്റേജ് കംപ്ലീറ്റ് ആയി അല്ലേ? ഇതോടെ നമ്മുടെ റിസൾട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഫൈനൽ ആൻസർ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസർ. ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസർ. യെസ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? ആക്ച്വലി നമ്മളിപ്പോൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ആക്ച്വലി എന്താ? നമ്മളിവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ ഇതോടെ നമ്മൾ ഏത് സൈക്കിളാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്? ഏത് സൈക്കിളാണ് കംപ്ലീറ്റ് ആയത്? സൈക്കിൾ 4 ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സൈക്കിൾ 4 കംപ്ലീറ്റ് ആയില്ലേ? യെസ്, സൈക്കിൾ 4 കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ എത്ര സ്റ്റേജ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മൾ 2 4 ബിറ്റ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് 4 സൈക്കിൾസ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? 4 സൈക്കിൾസ് കണ്ടിന്യൂ ചെയ്തു. 4ാമത്തെ സൈക്കിളിൽ നമുക്കൊരു റിസൾട്ട് കിട്ടി അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഓപ്പറേഷൻ എന്തായിരുന്നു? ഒന്ന് നോക്കിയ എല്ലാവരും. നമ്മളിവിടെ ചെയ്ത ഓപ്പറേഷൻ എന്തായിരുന്നു? നമ്മൾ ചെയ്തത് +5ഉം -6ഉം കൂടി മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നോർമലി എനിക്ക് കിട്ടേണ്ട റിസൾട്ട് -30 ആയിരിക്കണം. ശരിയല്ലേ? -30. യെസ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് നോക്കിയേ. റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 1 1 0 0 0 1 0. ഇതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. ഇതെന്തിന് ഇക്വാലൻ്റ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ? ഇത് ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നോർമലി ഈ ബിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സൈനാണ്. ബാക്കിയുള്ള ടേമിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്താൽ മതി. അപ്പോൾ സൈനിനെ അവിടെ നിർത്തുക. ബാക്കി 0 0 1 1 1 0 1 ഇത് 1's കോംപ്ലിമെൻ്റ് ആയി. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 2's കോംപ്ലിമെൻ്റ് കിട്ടും.
അപ്പോൾ 0 വിത്ത് ക്യാരി 1 1 1 1 1 0 0 1 ഇതാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ട റിസൾട്ട് കേട്ടോ. ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും. യെസ്. അപ്പോൾ ശരിക്കും ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് 2⁻0 ആണ്, ഇത് 2⁻1 ആണ്, ഇത് 2⁻2 ആണ്, ഇത് 2⁻3 ആണ്, ഇത് 2⁻4 ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 1 സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ബാക്കി 2⁻4 പ്ലസ് 2⁻3 പ്ലസ് 2⁻2 പ്ലസ് 2⁻1 ആണ് റിസൾട്ട് വരിക. അതായത് 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 2 16 പ്ലസ് 4 20 20 പ്ലസ് 8 28 28 പ്ലസ് 2 30 ശരിക്കും 30 തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ -30 ആണ്. ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കറക്റ്റാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, 2 മൾട്ടിപ്ലിക്കൻറ്റും മൾട്ടിപ്ലയറും 4 ബിറ്റ് ആയതുകൊണ്ട് നമ്മൾ 4 സൈക്കിൾസ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. 4 സൈക്കിൾസ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ഫൈനലി എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബ്രീഫായിട്ട് നിങ്ങൾ എന്ത് എഴുതണം, ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാനുണ്ട്. ഈ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ എക്സാമ്പിൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിൻ്റെ സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സെക്കൻഡ് എക്സാമ്പിളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് +4ഉം +6ഉം തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ഈ +4ഉം +6 തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കോമൺ എക്സാമ്പിൾസ് പറയും. അതിനുശേഷം നമ്മൾ ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കും. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓൾറെഡി ലെങ്തി വീഡിയോ ആണ്, 2 വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ.